നിമിഷപ്രിയയുടെ മോചനത്തിനായി സഹായിക്കാൻ തയ്യാറെന്ന് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കുടുംബം. ദയാധനം സ്വീകരിച്ച് യമൻ പൗരന്റെ കുടുംബം മാപ്പ് നൽകുമെങ്കിൽ പണം നൽകാൻ തയ്യാർ എന്നാണ് പ്രതികരണം. റഹീം നിയമസഹായ സമിതി ട്രസ്റ്റ് ജനറൽ കൺവീനർ കെ ആലിക്കുട്ടി മാസ്റ്റർ 24 പ്രതിനിധി സമീർ സി മുഹമ്മദിനൊപ്പം ഇപ്പോൾ തത്സമയമുണ്ട്. സമീർ, എന്താണ് അദ്ദേഹം പറയുന്നത്? അവർക്ക് നൽകാൻ കഴിയുന്ന വാഗ്ദാനം എന്താണ്? അനുജ, നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ ആ കുടുംബം തയ്യാറാണ് എങ്കിൽ അതിന് ദയാധനം നൽകാൻ തങ്ങൾ ഒരുക്കമാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് റഹീം കേസുമായി ബന്ധപ്പെട്ടുള്ള ട്രസ്റ്റിൻ്റെ ചെയർമാനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് റഹീമിൻ്റെ കുടുംബവും പറയുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം റഹീം കേസിൻ്റെ നിയമസഹായ സമിതിയുടെ ട്രസ്റ്റ് ജനറൽ കൺവീനർ കെ ആലിക്കുട്ടി മാസ്റ്റർ ചേരുകയാണ്. പക്ഷേ ദയാധനം സ്വീകരിച്ച് ആ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ തയ്യാറായാൽ അതിനുള്ള സാമ്പത്തിക സഹായം നൽകാൻ ട്രസ്റ്റ് ഒരുക്കമാണ്. ആദ്യം മാപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ ആ വിഷയത്തിൽ? പത്രക്കാരെന്നുള്ള നിങ്ങളാണ് അറിയേണ്ടത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനൊരു പോസിറ്റീവായിട്ട് ഞങ്ങളൊരു ഷെയർ അതിലുണ്ടാവും എന്നാണ് ഞങ്ങൾ നേരത്തെ കമ്മിറ്റി കൂടി ധാരണയിലെത്തിയിട്ടുള്ളൂ. നമ്മളെ സംബന്ധിച്ച് 2 കമ്മിറ്റി ഉണ്ട്. ഒന്ന് ലീഗൽ അഡ്വൈസറി ബോർഡ് ട്രസ്റ്റ് എന്നുണ്ട്, നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് പണമൊക്കെ പിരിച്ചുണ്ടാക്കിയത്. അതുപോലെ ഗൾഫിലും ഇതിന് കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ഈ 2 കമ്മിറ്റിയൊന്ന് കൂടി ചേർന്ന് ഇരുന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറയാനുള്ളത്. ഒറ്റക്കൊരു അഭിപ്രായം പറയാൻ പാടില്ലല്ലോ. ഞാൻ ഓൺലി കൺവീനർ മാത്രമാണ്. നിലവിൽ ആ കുടുംബം പറഞ്ഞിരിക്കുന്നത് ഈ ട്രസ്റ്റിനോട് അക്കാര്യം ആവശ്യപ്പെടും, കൂടിയാലോചിച്ച ശേഷം പണം നൽകും എന്നുള്ള കാര്യമാണ്. ഇതുവരെ ഞങ്ങളോട് ആരും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു മനുഷ്യത്വപരമായി നമ്മളതിനോടൊരു പോസിറ്റീവായിട്ട് അതിനോട് പ്രതികരിക്കുമെന്നത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മളെപ്പോലെ നമ്മൾ റഹീമിനെ പോലെ തന്നെയാണ് നിമിഷപ്രിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമുക്കൊരു മനുഷ്യജീവൻ രക്ഷപ്പെടുക എന്നുള്ള വലിയ കാര്യമാണ്. അത്രേ ഉള്ളൂ. നമ്മൾ എത്ര കോടി രൂപയാണ് റഹീം കേസുമായി ബന്ധപ്പെട്ട് പിരിച്ചെടുത്തിട്ടുള്ളത്? ഏകദേശം 48 കോടിയുണ്ട്. നേരത്തെ ഞങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞതൊക്കെ ഏകദേശം 48 കോടിയോളം ഞങ്ങളടുത്ത് കിട്ടിയിട്ടുണ്ട്. 34 കോടി രൂപ കൊടുത്തു. ബാക്കി ഇപ്പം 12 കോടിയോളമാണോ? 37 ഞങ്ങൾ ചിലവടക്കം ഏകദേശം 37 കോടി ഇപ്പോൾ ചിലവായിട്ടുണ്ട്. ബാക്കി എന്താ ഉള്ളത് ചവിട്ട ബാങ്കിലല്ല, നമുക്ക് അറിയില്ലല്ലോ. ബാങ്കിലുണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട്. ഏകദേശം 10 ലക്ഷത്തിന് 11 ലക്ഷത്തിന് ഉണ്ടാവുന്നത്. 11 കോടിയാണ്. ഇപ്പോൾ ആ കുടുംബം അത്തരം ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ദയാധനം സ്വീകരിച്ചുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ തയ്യാറായാൽ ആ വധശിക്ഷ ഒഴിവാകും. ഇനിയുള്ളത് ഏകദേശം ഒരു ദിവസത്തിൽ താഴെ അല്ലെങ്കിൽ ഒരു പരമാവധി 2 ദിവസത്തിൽ താഴെ മാത്രമേ ഇനി സമയമുണ്ടാവുള്ളൂ. അവരറിയിച്ചതനുസരിച്ച് ജൂലൈ 16 വധശിക്ഷ നടപ്പാക്കുമെന്നാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യമാണ് മുന്നിലുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൈസ ഞങ്ങൾ പിരിച്ചു വെച്ച സാധനമാണ്. അത് ഞങ്ങൾ അരമണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് യോഗം കൂടി 2 കമ്മിറ്റിയും, ഗൾഫിലെ കമ്മിറ്റിയും ഇവിടുത്തെ കമ്മിറ്റിയും, ഇവിടെ അഷറഫ് അങ്ങാടിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇവിടെ സുരേഷും ഗിരീഷും ഞാനുമാണ് ഇതിൻ്റെ ട്രസ്റ്റികൾ 3 ആൾ. അതായത് നേരത്തെ 42ഓളം സംഘടനകൾ ഇവിടുത്തെ മത, സാമൂഹ്യ, സാംസ്കാരിക രംഗത്ത് എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കിയ ട്രസ്റ്റാണ്. അതിൻ്റെ 3 ട്രസ്റ്റികൾ ഞങ്ങൾ 3 പേര് മാത്രമാണെന്നുള്ളൂ. ഞങ്ങൾ അവരെ കൂടി ആലോചിക്കാൻ ചെയ്യാൻ പാടില്ലല്ലോ, ഒക്കെ ചെയ്യും. എന്തായാലും പോസിറ്റീവായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കുട്ടിക്ക് അങ്ങനെ ദിയാദാനം കൊടുക്കാനുള്ള ഒരു മനസ്സ്, അങ്ങനെ പരിഹരിക്കപ്പെടാനുള്ള മനസ്സ് അവർക്ക് ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുക നമ്മൾ കേട്ടോ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കൂടിയാലോചന നടത്തിയ ശേഷം ആവശ്യമായിട്ടുള്ള പണം അത് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരുക്കമാണ്. മാത്രമല്ല വെറും അരമണിക്കൂറിൻ്റെ സമയം മാത്രമേ ആവശ്യമുള്ളൂ. എപ്പോൾ വേണമെങ്കിലും അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ ഒരുക്കമാണ്. ദയാധനം സ്വീകരിച്ചുകൊണ്ട് യമൻ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ തയ്യാറാകണം. അതിനുള്ള പ്രാർത്ഥനയിലാണ് ഈ ട്രസ്റ്റും അതുപോലെ തന്നെ നാം ഓരോരുത്തരുമുള്ളത്. അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് വരികയാണെങ്കിൽ വളരെ വേഗത്തിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരുക്കമാണ് എന്ന് തന്നെയാണ് ട്രസ്റ്റിൻ്റെ ജനറൽ കൺവീനർ വ്യക്തമാക്കുന്നത്. അനുജ, അതെ, അങ്ങനെ ആവശ്യം വന്നാൽ പണം നൽകാൻ തയ്യാറാണ് എന്നതിപ്പോൾ ട്രസ്റ്റിൻ്റെ ജനറൽ കൺവീനറാണ്. മറ്റ് ഭാരവാഹികളുമായി കൂടിയാലോചന നടത്തേണ്ടി വരും. പക്ഷേ അതിന് ഒരുക്കമാണ് എന്ന തരത്തിലേക്കാണ് ആലിക്കുട്ടി മാസ്റ്ററുടെ പ്രതികരണം ഇപ്പോൾ വന്നിട്ടുള്ളത്.